എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നമ്മൾ വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡം ആരംഭിക്കുകയാണ്. വളരെ വലിയൊരു സമുദ്രത്തിനോളം ഉള്ളൊരു ഇതിഹാസമാണ്, മഹാകാവ്യമാണ്, ആദികാവ്യമാണ് വാൽമീകി രാമായണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഭാഗം പോലും വായിച്ചെത്താൻ, അതിൻ്റെ അർത്ഥം മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ മനസ്സിലുണ്ട്. എങ്കിൽ പോലും ബാക്കി ഏതെല്ലാം കാവ്യങ്ങൾ, സംസ്കൃത കാവ്യങ്ങളൊക്കെ വായിച്ചാലും അതിനേക്കാളുമൊക്കെ താരതമ്യേന വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു മഹാകാവ്യമായിട്ട്, ആദികാവ്യമായിട്ട് നിലകൊള്ളുകയാണ് വാൽമീകി രാമായണം നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ്റെ കഥകളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ള ഒരു മോഹം കൊണ്ടും വാൽമീകി എങ്ങനെയാണ് സംസ്കൃതത്തിനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുമാണ് വാൽമീകി രാമായണത്തിലേക്ക് എൻ്റെ ശ്രദ്ധ പോയത്. അതിന് എല്ലാവരും, പ്രത്യേകിച്ച് അച്ഛനും അനുകൂലമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തൽക്കാലം ബാലകാണ്ഡം വായിച്ച് പഠിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. മഹാകവി കാളിദാസൻ പറഞ്ഞതുപോലെ, ക്വ സൂര്യപ്രഭവോ വംശ ക്വചാൽപവിഷയാമതി തിതീർഷുർദുസ്തരം മോഹാത് ഉടുപേനാസ്മി സാഗരം. എനിക്കറിയായികയല്ല വലിയൊരു സമുദ്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന്. പക്ഷേ മറികടക്കാൻ കയ്യിലുള്ളത് ചെറിയ ഒരു ചങ്ങാടം മാത്രമാണ്. ഇത് കാളിദാസൻ രഘുവംശം എഴുതാൻ പുറപ്പെട്ടപ്പോൾ എഴുതിയ ഒരു ശ്ലോകമാണ്. അതുപോലെ തന്നെ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചെറിയ അറിവും കൊണ്ട് ഭഗവാൻ വാൽമീകിയുടെ മുമ്പിൽ എങ്ങനെ ചെന്ന് നിൽക്കും എന്നൊന്നും അറിയില്ല. ശ്രീരാമചന്ദ്രൻ്റെ കഥകളാണല്ലോ പറയാൻ പോണത് എന്നുള്ളതിൻ്റെ ഒരു അത്യുത്സാഹം കൊണ്ടും ഇതൊന്ന് വായിച്ചു നോക്കാലോ എന്നുള്ള ആ ഒരു മോഹം കൊണ്ടും പുറപ്പെട്ടതാണ്. എല്ലാ സജ്ജനങ്ങളുടെയും സുമനസ്സുകളുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡം തുടങ്ങാം. ഇന്ദീവരദളശ്യാമ പുണ്ഡരീകനിഭേക്ഷണ ധൃതകോദണ്ഡതൂണീരോ രാമയേവ ഗതിർമമ കാകപക്ഷധരം ദേവം വനമാലാവിഭൂഷിതം ചാപേഷു ഹസ്തം ശ്രീരാമം ധ്യായേത് ശ്രീബാലകാണ്ഡകേ. ബാലകാണ്ഡം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു ധ്യാന ശ്ലോകം ചൊല്ലണമെന്നതിൻ്റെ മലയാള വ്യാഖ്യാനത്തിൽ എഴുതി കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ശ്ലോകമാണിത്, ധ്യാന ശ്ലോകം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ രൂപം അങ്ങനെ വ്യക്തമായിട്ട് വർണ്ണിച്ച് കാണിച്ചു തരികയാണ്. ഇന്ദീവരദളത്തെ പോലെ, കരിങ്കൂവളപ്പൂവ് പോലെ നീല നിറമാർന്ന താമരപ്പൂവ് പോലെയുള്ള കണ്ണുകളോടുകൂടിയ, കയ്യിൽ കോദണ്ഡവും അസ്ത്രവും തൂണീരവും, അസ്ത്രങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ളതായ ആ ഒരു ശരപാത്രം, അതിനെ പറയണ പേരാണ് തൂണീരം. അതൊക്കെ ധരിച്ചു കൊണ്ട് നിൽക്കുന്നവനായ കാകപക്ഷധരൻ. കാകപക്ഷം എന്ന് പറഞ്ഞാൽ കുടുമയാണ്. ഈ വിദ്യാഭ്യാസത്തിനൊക്കെ പോകുമ്പോൾ കുടുമ മുറിക്കരുത്, തലമുടി മുറിക്കരുത് എന്നുള്ളൊരു രീതി വെച്ചുകൊണ്ട് തലമുടി നീട്ടി വളർത്തുമായിരുന്നു അത്രേ ഒരു കാലത്ത് ബ്രഹ്മചര്യാശ്രമത്തിൽ. അതുപോലെ തലമുടി ഉയർത്തി കെട്ടിയ, ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ കെട്ടിവെക്കുന്നത് പോലെ നെറുകയിൽ കെട്ടിവെച്ചിരിക്കുന്ന, അതിനെയാണ് കാകപക്ഷം എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ വർണ്ണിക്കുമ്പോഴും ഈ വാക്കൊക്കെ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ തലമുടിയൊക്കെ മേപ്പെട്ടിരി കെട്ടിവെച്ചിട്ടുള്ള, വനമാല കൊണ്ട് വിഭൂഷിതനായ, കയ്യിൽ അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ശ്രീരാമനെ ഞാനിതാ ബാലകാണ്ഡത്തിൻ്റെ ആരംഭത്തിൽ ധ്യാനിക്കുന്നു, പൂജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. രാമായണ കഥ നമുക്ക് എല്ലാവർക്കും അറിയണതുപോലെ തന്നെ ഇത് പാടിയത് ആണ് ഗീതം എന്ന് പല ദിക്കിലും രാമായണത്തിനെ പറഞ്ഞു കാണാറുണ്ട്. അതായത് ശ്രീരാമചന്ദ്രൻ്റെ പുത്രന്മാരായിട്ടുള്ള ലവനും കുശനും ശ്രീരാമൻ്റെ തന്നെ യാഗസ്ഥലത്ത് വന്ന് പാടിയിട്ടാണ് ഈ കഥ ലോകമറിയണത്. ശ്രീരാമനെ പറ്റിയിട്ടുള്ള കഥ പറയാൻ തുടങ്ങുന്നത് വാൽമീകിയാണ്. അതിനുള്ള സന്ദർഭം പറഞ്ഞുകൊണ്ടാണ്, വർണ്ണിച്ചുകൊണ്ടാണ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡം ആരംഭിക്കുന്നത്. മറ്റ് പല പുസ്തകങ്ങളിലും വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിന് മുമ്പ് ഈ കഥയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ശ്രീരാമ കഥയുടെ ഒരു സാമാന്യ വർണ്ണനവും
അതുപോലെ അത് വായിച്ചാൽ ഉണ്ടാകാവുന്ന ഗുണഗണങ്ങൾ, ഫലശ്രുതിയൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. പറയാൻ തുടങ്ങുന്നത് വാൽമീകി എങ്ങനെ രാമനിലേക്ക് എത്തി എന്നുള്ള ആ ഭാഗം മുതൽക്കാണ് തുടങ്ങുന്നത്. ബ്രഹ്മശ്രീ GS ശ്രീനിവാസ് അയ്യർ പ്രസിദ്ധീകരിച്ച മലയാള വ്യാഖ്യാനം, അതിൻ്റെ തുടക്കത്തിൽ ഈ എവിടെയാണിത് പാടിയത്, ബാലകാണ്ഡത്തിൻ്റെ ആരംഭത്തിൽ പ്രഥമ സർഗം എന്ന് പറയുന്ന ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. പുരാ കുശലവാഭ്യാം ശ്രീരാമസന്നിധ അശ്വമേധയജ്ഞവാടേ പ്രഥമേ അഹ്നി ബാലകാണ്ഡേ പ്രഥമസർഗമാരഭ്യ ഏകവിംശ സർഗപര്യന്തം ഗീതം തസ്മിൻ ദിനേ ഗീതാഹ ശ്ലോക സംഖ്യാഹ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് പണ്ട് കുശലവന്മാരാൽ ശ്രീരാമൻ്റെ സന്നിധിയിൽ അശ്വമേധയാഗം നടത്തുന്ന ആ യാഗമണ്ഡപത്തിൽ വച്ച് ഒന്നാമത്തെ ദിവസം ഈ കുട്ടികളാൽ പാടിയ ഭാഗമാണ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ വൃത്തമാണ്, അനുഷ്ടുപ്പ് വൃത്തത്തിലായതുകൊണ്ട് ഒരു 5-6 ശ്ലോകങ്ങൾ ഒരു ദിവസം നോക്കി പോകാൻ സാധിക്കും. ഓരോ ഭാഗങ്ങളും ഒരു അർത്ഥം എവിടെയാണോ തീരുന്നത് അത് വച്ചുകൊണ്ട് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ലീലാവതി ടീച്ചറുടെ വ്യാഖ്യാനവും അതുപോലെ ഗീതാ പ്രസ്സിൽ നിന്ന് ഞാൻ അച്ഛനാണ് വാങ്ങി തന്ന വാൽമീകി രാമായണവും ഞാൻ ഇതിനായിട്ട് ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം വ്യാഖ്യാനങ്ങൾ കിട്ടാനുണ്ട്. വളരെ വിസ്തരിച്ച് പറയുന്ന പല വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ നോക്കിപ്പോകുന്നു എന്നേ ഉള്ളൂ. ഈ 3 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ശ്ലോകം, ബാലകാണ്ഡത്തിലെ 1-ാമത്തെ ശ്ലോകം നോക്കാം. സംസ്കൃത ഗ്രന്ഥത്തിൽ പറയണത് നാരദേന വാൽമീകിം പ്രതി സംക്ഷേപത ശ്രീരാമചരിത്രസ്യ ശ്രാവണം എന്നാണ്. നാരദൻ വാൽമീകിക്ക് വളരെ ചുരുക്കി ശ്രീരാമനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ നാരദനും വാൽമീകിയും തമ്മിലുള്ളതായൊരു സംവാദത്തിലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ശ്ലോകം: തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം. ഇവിടെ നാരദനെ പറ്റിയിട്ടും കുറേ വിശേഷണം കൊടുക്കുന്നുണ്ട്, വാൽമീകിയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. വാൽമീകി പൂർവ്വ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ ഒരു രത്നാകരൻ എന്നു പേരുള്ളൊരു കള്ളനായിരുന്നു എന്നും സപ്തർഷികളുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് ഭക്തിയും വാക്കുകളും ഉദ്ഭവിച്ചത് എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ശേഷം വാഗ്വൈഭവം വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ സ്തുതിച്ച് പാടിയാൽ വാക്കുകൾ കൂടുതൽ തെളിയും എന്ന്, അത് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ എന്നും വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭാഷയ്ക്ക് ശുദ്ധി വരിക. അപ്പോൾ വാൽമീകി ആലോചിച്ചു, തൻ്റെ ഈ വാക്കുകളെ കൊണ്ട് ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത്, ആരെ പറ്റി പറയുകയാണ് വേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദനുമായിട്ടുള്ള ഒരു സമാഗമം ഉണ്ടായത്. അപ്പോൾ നാരദൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് തപസ്വാധ്യായ നിരതം എന്നുള്ളതിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ത എന്നുള്ളത്, ആ ത എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചിട്ടുള്ളതായ ഗായത്രി മന്ത്രത്തിൻ്റെ തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. ഓം ഭൂർഭുവസ്വ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിലും മന്ത്രം തുടങ്ങുന്നത് തത് സവിതുർവരണ്യം എന്നുള്ള ദിക്കിലാണ്. അപ്പോൾ ആ ത എന്നുള്ള അക്ഷരമാണ് തപസ്വാധ്യായ നിരതമെന്നും, ഇതിലെ ഓരോ അക്ഷരങ്ങളിലും ഓരോ 1000 ശ്ലോകങ്ങളുണ്ട്. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പല ശ്ലോകങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും, ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു ആദ്യത്തെ ശ്ലോകം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആദ്യം തന്നെ പറയുകയാണ് എങ്ങനെയുള്ള ആളായിരുന്നു നാരദനെന്ന്. അതാണ് അന്വയം, അങ്ങനെയാണ് പോണത്. തപസ്വാധ്യായ നിരതം വാഗ്വിദംബരം മുനിപുങ്കവം നാരദം തപസ്വീ വാൽമീകി പരിപപ്രച്ഛ. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു ശ്ലോകമാണ്. നാരദൻ തപസ്വാധ്യായ നിരതനായിരുന്നു. എല്ലാ കാലത്തും തപസ്സും സ്വാധ്യായവും നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരാളാണ് നാരദൻ എന്നാണ് അർത്ഥം. അതായത് തപ എന്ന് പറഞ്ഞാൽ തപസ്സു ചെയ്യുക, സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അവരവരെ തന്നെത്താൻ പഠിക്കുക, സ്വാധ്യയനം ചെയ്യുക, വേദാധ്യയനം ചെയ്യുക
എന്നർത്ഥം. അങ്ങനെ പഠിക്കാനുള്ളത് എന്നും പഠിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ തപസ്സും ചെയ്യണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എല്ലാ തരത്തിലുള്ള പ്രഭാവങ്ങൾ, കഴിവുകൾ, ശ്രേഷ്ഠതകളൊക്കെ ഉണ്ടാവുള്ളൂ. പഠിച്ചു എന്ന് പണ്ട് കാലത്തൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിരന്തരം അതിങ്ങനെ ശീലിച്ചു കൊണ്ടിരിക്കണം. അത് നാരദൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നാരദനോട് തന്നെ വാൽമീകി പോയി ചോദിച്ചത്. അപ്പോൾ തപസ്സും വേദാധ്യയനവും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വാഗ്വിദാം വരം, വേദങ്ങൾ, വാക്കുകളെ വച്ചിട്ടുള്ള ഏറ്റവും വലിയ അറിവിൻ്റെ ഭാണ്ഡാകാരമാണ് വേദം. ആ വേദം നല്ലവണ്ണം അറിയുന്ന, വേദങ്ങളെ അറിഞ്ഞവരിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള, അതാണ് വാഗ്വിദാം വരം എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള മുനിപുങ്കവം നാരദം, മുനിപുങ്കവനായ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മുനിയായിട്ടുള്ള, ലോകത്തെ എല്ലാവർക്കും ആരാധ്യനായിട്ടുള്ള മഹാമുനിയാണ് നാരദൻ. അങ്ങനെയുള്ള നാരദനോട്, നാരദൻ ഭഗവാന്റെ അവതാരം തന്നെയായിട്ടാണ് ഭാഗവതത്തിലൊക്കെ പറയണത്. അങ്ങനെയുള്ള മുനിയോട്, അങ്ങനെയുള്ള നാരദനോട് തപസ്വിയായ വാൽമീകി, തപസ്വിയായ എന്നുള്ളത് കൊണ്ട് തപസ് ചെയ്ത് അതിൻ്റെ ശക്തി മുഴുവനും സമ്പാദിച്ചെടുത്തവനായ അങ്ങനെയുള്ള വാൽമീകി എന്തു ചെയ്തു? പരിപപ്രച്ഛ, ചോദിച്ചു. വിനയത്തോടുകൂടി ചോദിച്ചു. വെറുതെ അങ്ങോട്ട് പോയി ചോദിക്കുകയല്ല, വളരെ വിനയത്തോടു കൂടിയിട്ട്. തന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനായിട്ടുള്ള, എത്രയോ മുൻപ് തന്നെ വേദങ്ങൾ അറിഞ്ഞവനും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവനുമായ ആ നാരദനോട് വാൽമീകി വിനയത്തോടുകൂടി ചോദിച്ചു. എന്താ ചോദിച്ചതെന്നുള്ളതാണ് അടുത്ത ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. എന്താണ് ചോദിച്ചത് എന്നുള്ളത് പറയാണ്. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. ഇതിൽ പദച്ഛേദം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ല, അതിൽ ധാരാളമായിട്ടില്ലെങ്കിലും ഇവിടെ ഒന്ന് പറയാം. കഹ നു അസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കഃ ച വീര്യവാൻ ധർമ്മജ്ഞ ച കൃതജ്ഞ ച സത്യവാക്യ ദൃഢവ്രത. ഇവിടെ ചോദിക്കുകയാണ്, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ, ഇപ്പോൾ, സാമ്പ്രതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരിക്കുമ്പോൾ ആരാണ്, ആരെ പറ്റിയിട്ടാണ് ഞാൻ വർണ്ണിക്കേണ്ടത്? അതാണ് ഗുണവാൻ കഹ, ഗുണവാനായിട്ടുള്ള ആൾ ആരാണ്? ഗുണവാൻ കഹ. മാത്രമല്ല വീര്യവാൻ കഹ. ഇതൊക്കെ ചോദ്യങ്ങളാണ്. വീര്യമുള്ളവൻ ആരാണ്? ധാരാളം ഗുണഗണങ്ങൾ, സത്യസന്ധനാവുക, അതൊക്കെ പിന്നെ പിന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഗുണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നെ വരണ ശ്ലോകങ്ങളിൽ വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. എന്നാലും ആദ്യത്തെ ഒരു ശ്ലോകമാണ് ഇങ്ങനെ വാൽമീകി ചോദിക്കുന്നത്. കഹ നു എന്ന്, അത് ചോദ്യമാണ്. ആരാണ് ഗുണവാനായിട്ടുള്ളവൻ? ആരാണ് വീര്യവാനായിട്ടുള്ളത്? വീര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ ഉള്ള ആൾ ആരാണ്? മാത്രമല്ല ധർമ്മജ്ഞൻ ആരാണ്? ധർമ്മജ്ഞൻ, ധർമ്മത്തെ പറ്റിയിട്ട് നന്നായി അറിഞ്ഞിട്ടുള്ളവൻ. ഇനി കൃതജ്ഞൻ, ധർമ്മജ്ഞനായാൽ മാത്രം പോരാ, കൃതജ്ഞനുമാവണം. കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ, തന്നെ സഹായിച്ചവരോട് ഒക്കെ അവരോടൊക്കെ നന്ദിയുള്ളവൻ, അവരെയൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കുന്നവൻ. അങ്ങനെയുള്ള ഒരാളാരാണ്? മാത്രമല്ല സത്യവാക്യ, സത്യം മാത്രം പറയുന്നവനാവണം. അതായത് നുണ പറയുക ഇന്നത്തെ കാലത്ത് ധാരാളമായിട്ട്, ഇന്നത്തെ കാലത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതെടുത്ത് ചോദിക്കുന്നത്. സത്യവാക്യ, സത്യം മാത്രം പറയുന്നവനും ദൃഢവ്രത, വ്രതത്തിൽ എപ്പോഴും ദൃഢതയുള്ളവനും. ദൃഢവ്രത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുന്ന സ്വഭാവമൊന്നുമില്ല. ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവും, പക്ഷെ ഒരു നായകന് അല്ലെങ്കിൽ ഒരു നായികയ്ക്ക്, തൻ്റെ ഇടമുള്ള ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാജാക്കന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരവർക്ക് തോന്നിയതുപോലെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളാണ്, പ്രജകളാണ് അതിൽ എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ജീവിതമാണ് വഴിമുട്ടിപ്പോവുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റാതെ വ്രതങ്ങളും സത്യങ്ങളും ഒക്കെ പരിപാലിക്കുന്ന ഒരു പുരുഷൻ, ഒരാൾ ഇവിടെ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാളെ കിട്ടാനുണ്ടോ? അങ്ങനെ ഒരാളെ വർണ്ണിച്ചാൽ കൊള്ളാമെന്ന്
തനിക്ക് മോഹമുണ്ട് എന്നാണ് വാൽമീകി പറയണത്. അങ്ങനെയുള്ള ഒരാളെ ഇന്നത്തെ കാലത്ത് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ശ്ലോകമാണ് ചാരിത്രേണ ചകോ യുക്ത സർവഭൂതേഷു കോഹിത വിദ്വാൻ കസ്സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന. ഇതിൻ്റെ പദങ്ങൾ ഇങ്ങനെയാണ് മുറിയ. ചാരിത്രേണ ച കഹ് യുക്ത സർവഭൂതേഷു കഹ് ഹിത വിദ്വാൻ കഹ് കഹ സമർത്ഥ ച കഹ് ച ഏക പ്രിയദർശന. ഇതൊക്കെ ആദ്യം ഗുണങ്ങളുണ്ട്, ഗുണങ്ങളോട് കൂടിയവനാണെന്നൊക്കെ പറഞ്ഞാലും പിന്നെയും ഗുണങ്ങളെപ്പറ്റി വിസ്തരിച്ച് വാൽമീകി പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നാരദനോട്. അപ്പോൾ ഇവിടെ പറയാണ് ചാരിത്രേണ കഹ് യുക്ത. ആരാണ് ചാരിത്രത്തോടു കൂടിയവൻ? ചാരിത്രം എന്ന് പറയുന്നത് കൊണ്ട് പൊതുവെ ഈ ചാരിത്രം എന്നുള്ള വാക്ക് സ്ത്രീകളുടെ കൂടെയാണ് കേൾക്കുക. ചാരിത്രം ഉള്ളവൾ, ചാരിത്രവതി എന്നൊക്കെ അങ്ങനെയുള്ള അർത്ഥത്തിലൊന്നുമല്ല. വേണമെങ്കിൽ അതും പറയാം. ഇവിടെ പുരുഷന്മാരുടെ കൂടെയും പറയാവുന്ന ഒരു വാക്കാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വാൽമീകി. കുലവ്രതം എന്താണോ അത് ചെയ്യുന്ന ആളെയാണ്, കുലാചാരങ്ങൾ എന്താണോ അത് ചെയ്യുന്ന ആളെ ചാരിത്രയുക്തൻ എന്ന് പറയാം. അത് സ്ത്രീകൾക്ക് മാത്രമുള്ള വാക്കൊന്നുമല്ല, എല്ലാവർക്കും ചേരുന്നതാണ്. ചാരിത്രം, കുലാചാരങ്ങളൊക്കെ ചെയ്യുന്നവനാണോ, ഏതൊരു വംശത്തിലാണോ പിറന്നത്, ഏതൊരു ഗോത്രത്തിലാണോ പിറന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണോ, അതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണോ, അങ്ങനെയുള്ള ഒരാൾ ആരാണ്? അതാണ് ചോദ്യം. ഇനി സർവഭൂതേഷു ഹിത, അങ്ങനെയൊക്കെയുള്ള ആൾ. ഒപ്പം തന്നെ ഭൂതങ്ങളിൽ, സർവപ്രാണികളിലും, നമുക്ക് ചുറ്റുമുള്ള ബന്ധുക്കളോട് മാത്രം ദയുണ്ടായിട്ട് കാര്യമില്ല, സർവ്വജനങ്ങളോടും ജീവജാലങ്ങളോടുമൊക്കെ വളരെ പ്രേമപാരവശ്യത്തോടു കൂടി പെരുമാറുന്നവനാരാണ്? അതാണ് സർവഭൂതേഷു ഹിതഃ. എല്ലാ പ്രാണികളോടും എല്ലാ ജീവജാലങ്ങളോടും പ്രേമത്തോടു കൂടി പെരുമാറുന്നവൻ ആരാണ്? മാത്രമല്ല വിദ്വാൻ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, വിദ്യാനിപുണനാവണം, പഠിച്ചിട്ടുണ്ടാവണം. അല്ലാതെ ഇതൊക്കെ ഉണ്ട്, പലതും ഉണ്ട്, പക്ഷെ ആവശ്യമുള്ള സമയത്ത് വിദ്യ പ്രയോഗിക്കാൻ അറിയില്ല എങ്കിലോ അത് പറ്റില്ല. ഏറ്റവും ഉത്തമനായിട്ടുള്ളൊരു പുരുഷോത്തമനെയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വാൽമീകി. അപ്പം അങ്ങനെയുള്ള ഒരാൾ ആരാണ്? വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളുണ്ടോ? സമർത്ഥ ച, ആരാണ് സമർത്ഥനായിട്ടുള്ളവൻ? ജീവിതം കൊണ്ട് നടക്കാൻ, രാജ്യം കൊണ്ട് നടക്കാൻ, പ്രജകളെ കൊണ്ട് നടക്കാനൊക്കെ സാമർഥ്യമുള്ളവൻ ആരാണ്? ഇതൊക്കെ കഹ് എന്നുള്ളതൊക്കെ ചോദ്യമാണ്. മാത്രമല്ല ഏകപ്രിയദർശന ച, ഏകപ്രിയദർശനൻ എന്നുള്ളതിന് പ്രിയമായി മാത്രം നോട്ടമുള്ളവൻ എന്ന് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയദർശനൻ എന്ന് പറഞ്ഞാൽ പ്രിയം ദർശനം യസ്യസ, അതായത് കാണാൻ ഏറ്റവും സുന്ദരനായിട്ടുള്ളവൻ, ഒരേ ഒരു സുന്ദരൻ എന്നുള്ള അർത്ഥവും പറയാം. അതിസുന്ദരനുമായിട്ടുള്ള ഒരാൾ ആരാണ്? അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കാണാൻ കിട്ടുമോ ഇന്നത്തെ ലോകത്ത്? അങ്ങനെയുള്ള ഒരാളെ വർണ്ണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വാൽമീകിയുടെ ചോദ്യം. ഇനിയും ചോദ്യങ്ങളുണ്ട്. ഇന്ന് തൽക്കാലം ഈ 3 ചോദ്യങ്ങളോട് കൂടി നിർത്താം. ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനിപുംഗവം കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത ചാരിത്രേണ ചകോ യുക്ത സർവഭൂതേഷു കോഹിത വിദ്വാൻ കസ്സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന. ഇനി ഈ ചോദ്യങ്ങൾക്ക് 1-2 ശ്ലോകങ്ങളിൽ കൂടി വാൽമീകി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് നാരദൻ പറയുന്ന മറുപടിയൊക്കെ കൂടിയിട്ട് അടുത്ത ദിവസം നമുക്ക് നോക്കാം. സുന്ദരമായിട്ടുള്ള ഭംഗിയുള്ളതായ രാമായണത്തിലെ 3 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.